കേരളത്തിലെ ഏറ്റവും മികച്ച IGNOU കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ Learnwise അവതരിപ്പിക്കുന്ന IGNOU Focus 4.0. Learnwise അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ IGNOU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ IGNOU ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. IGNOU ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും Predictive ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ Learnwiseന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. Learnwiseന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന IGNOU എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ. ഇന്ന് നമ്മൾ അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് IGNOU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചെയ്യുന്നത്. സബ്ജക്ട് MMPC 013 ബിസിനസ് ലോ ഫോർ MBA. ഇൻട്രൊഡക്ഷൻ. എന്തിനാണ് നമ്മൾ ഈ PYQ അനാലിസിസ് നടത്തുന്നത്? ബേസിക് പർപ്പസ് ഓഫ് PYQ അനാലിസിസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക്, അതായത് ലേണേഴ്സിന് മോസ്റ്റ് റിലവന്റ് കണ്ടന്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് അവർ പരീക്ഷയ്ക്ക് ഏത് സെക്ടേഴ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള പ്രോബബിലിറ്റി, പിന്നെ അവരുടെ എക്സാം പ്രിപ്പറേഷൻ എത്രയോ സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് അതുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ് PYQ അനാലിസിസ് നടത്തുന്നത്. ഇതിന്റെ മെയിൻ ഫോക്കസ് വരുന്നത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത് ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ പാസ്റ്റ് ഈ ക്വസ്റ്റ്യനിന്റെ പ്രോപ്പർ അനാലിസിസ്, അതായത് അതിനെ ബേസ് ഇതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതിനെ കുറിച്ചൊരു ഡീറ്റെയിലിംഗ് നമുക്ക് ലഭിക്കും. അത് കൂടാതെ 2025 ജൂണിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് ഒരു പ്രെഡിക്റ്റീവ് ഇൻസൈറ്റ് കിട്ടാനും നമുക്ക് ഈ PYQ അനാലിസിസ് കൊണ്ട് പോസിബിൾ ആണ്. ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഒഫീഷ്യൽ സിലബസ് അലോങ് വിത്ത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് ഇൻ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഡിസൈൻ, അതായത് നമ്മുടെ PYQ അനാലിസിസ് പ്രിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോക്യുമെന്റ് റോഡ് മാപ്പിലേക്ക് പോകാം. ഇതിന്റെ പ്രിപ്പറേഷൻ ഫസ്റ്റ് വരുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗിൽ ബേസിക്കലി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ആണ്. അതായത് MMPC 013 സിലബസിന്റെ ബ്ലോക്സ് തൊട്ടിട്ട് അതിന്റെ മെയിൻ ടോപ്പിക്സിലേക്കുള്ളൊരു പ്രോപ്പർ ബ്രേക്ക് ഡൗൺ ആണ് സിലബസ് മാപ്പിംഗിൽ മെയിൻലി വരുന്നത്. ബേസ്ഡ് ഓൺ ദെയർ ഹിസ്റ്റോറിക്കൽ റിലവൻസും അവരുടെ ഫ്രീക്വൻസിയും, അതായത് പാസ്റ്റ് ഈ പേപ്പേഴ്സിൽ എങ്ങനെയാണോ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഹിസ്റ്റോറിക്കൽ റിലവൻസ് അനുസരിച്ചാണ് അത് ആ ബ്ലോക്സ് ടോപ്പിക്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. ദെൻ കംസ് എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ അനാലിസിസിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ഫോമാറ്റ് എങ്ങനെയായിരിക്കും, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, മാത്രമല്ല ദ ഇവോൾവിംഗ് പാറ്റേൺസ്, അതായത് റീസെന്റ് ഇയേഴ്സിൽ എങ്ങനെയുള്ള പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് പിന്നെയും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മുടെ എഫേർട്സ് ഏതൊക്കെ ടോപ്പിക് ഏതൊക്കെ ഭാഗത്തേക്കാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് എക്സാം പാറ്റേൺ അനാലിസിസിൽ ബേസിക്കലി പറയുന്നത്. ദെൻ കംസ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂവില് നമ്മൾ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പാസ്റ്റ് ഇയേഴ്സിൽ റിക്കർ ചെയ്തിട്ടുള്ള ഏത് ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്നുള്ളത്. ദെൻ കംസ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ്. ഇതിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർകാസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇനി ജൂൺ 2025 ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യപ്പെടുകയാണ്, ഇങ്ങനെ ആയിരിക്കാം വരുന്നത് എന്നുള്ളൊരു ഫോർകാസ്റ്റ് പ്രഡിക്ഷൻ ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. പിന്നെ വരുന്നത് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ഫുൾ ലെങ്ത് പ്രാക്ടീസ് ബേസ്ഡ് പേപ്പർ ആണ്.
ബേസ്ഡ് ഓൺ ദ പ്രഡിക്ഷൻസ്. അതായത് ഒരു 2025 ഇനി വരാൻ പോകുന്ന എക്സാം എങ്ങനെയായിരിക്കും, അതിൽ എന്തൊക്കെ ആയിരിക്കും, ഒരു പ്രിഡിക്റ്റീവ് ആയിട്ട് നമുക്കതൊരു പേപ്പർ, മോക്ക് പേപ്പർ പ്രൊവൈഡ് ചെയ്യുകയും അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് എക്സാം ഫിയർ അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യാം, അതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവാനും പാസ്റ്റ്ലി അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ന ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൽ ഫോക്കസ് ചെയ്യാനും ഒരു ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയാണ് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷൻ. പിന്നെ വരുന്നത് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഐഡിയൽ ആൻസർ ഫോമാറ്റ് എങ്ങനെ ആയിരിക്കണം വിത്ത് അതിന്റെ മാർക്കിംഗ് ഇൻസൈറ്റ്സ്. അതാണ് ബേസിക്കലി ഈ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ മെത്തഡോളജി കോൾ ഔട്ട്. മെത്തഡോളജി കോൾ ഔട്ടിൽ ബേസിക്കലി വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പാസ്റ്റ് സെവറൽ ഇയേഴ്സിൽ ഈ ബിസിനസ് ലോയില് വന്നിരിക്കുന്ന ഡേറ്റിംഗ്, അതായത് ഫ്രീക്വന്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ റീസെന്റ് ട്രെൻഡ്സ്, അതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും, ഇനി റിപ്പീറ്റ് ചെയ്യാനും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ പാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ ചേഞ്ച് എങ്ങനെയാ വന്നിരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ് മെത്തഡോളജിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിൽ ബോത്ത് ഡാറ്റ ആൻഡ് എക്സ്പേർട്ട് റിവ്യൂ നമ്മൾ ലിങ്ക് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് ബാർ ചാർട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇതെന്ന് പറയുന്നതെന്ന് വെച്ചാല് പെർ ബ്ലോക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ബാർ ചാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫ്രം ദ ബാർ ചാർട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. അതായത് ബ്ലോക്ക് 1 തൊട്ട് ബ്ലോക്ക് 6 വരെയുള്ളതില് ബ്ലോക്ക് 2-നാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് 2-ൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതകള് കൂടുതലാണ്. അതായത് വെയിറ്റേജ് നമ്മൾ എപ്പോഴും ബ്ലോക്ക് 2-ന് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ദെൻ വെയിറ്റേജ് നമുക്ക് നോക്കുമ്പോൾ ബ്ലോക്ക് 3-ക്കാണ് കൂടുതൽ. ദെൻ വരുന്നത് ബ്ലോക്ക് 1-നും പിന്നെ ബ്ലോക്ക് 4-നും പിന്നെ ബ്ലോക്ക് 6-നും ആൻഡ് ലീസ്റ്റ് ബ്ലോക്ക് 5-നുമാണ്. അപ്പൊ ഒരു പാസ്റ്റ് ട്രെൻഡ് അനുസരിച്ച്, അനാലിസിസ് അനുസരിച്ച് ബ്ലോക്ക് 2-ലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ ഇത്രയും നാള് കൊടുത്തിരിക്കുന്നത്. സോ വി ഓൾസോ പ്രെഡിക്ട് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ബ്ലോക്ക് 2-ൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. റാദർ ബ്ലോക്ക് 5-ൽ നിന്ന് വളരെ കുറവാണ് ചോദിക്കപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഡസൻ മീൻ അത് നിഗ്ലക്ട് ചെയ്ത് കളയാമെന്നല്ല, ബട്ട് നമ്മുടെ പ്രിഫറൻസ് നമ്മൾ ഈ ഒരു ബാർ ചാർട്ട് ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് ഹീറ്റ് മാപ്പ് ആണ്. അതായത് ബ്ലോക്സും യൂണിറ്റ്സും തമ്മിലുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കാം. ഇതിൽ ഈ ഹീറ്റ് മാപ്പ് അനുസരിച്ച് നമുക്ക് ഏറ്റവും ഡാർക്ക് ആയിട്ട്, അതായത് ഓരോ ബ്ലോക്കിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് സ്പെസിഫൈഡ് ആണ്. അതിൽ ഏത് യൂണിറ്റിനാണ് കൂടുതൽ, അതായത് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്, ആ യൂണിറ്റിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതാണ് ബേസിക്കലി ഹീറ്റ് മാപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 3 ആണ് ഡാർക്ക് ബ്ലൂ ആയിട്ട് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ കോൺസെൻട്രേഷനും നമ്മുടെ ഫോക്കസും അതിൽ കുറച്ചും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ യൂണിറ്റ് 7 ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 7 ആണ് ഡാർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഡാർക്ക്നെസ് കുറയുന്നതനുസരിച്ച് ഫോക്കസും, അതായത് അതിന്റെ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ ഭാഗത്തുനിന്ന് ചോദിക്കാനുള്ള ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു വരും. ബേസിക്കലി ആ കാര്യങ്ങളാണ് ഹീറ്റ് മാപ്പില് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബ്ലോക്സിലെയും യൂണിറ്റ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ദെൻ കം സിലബസ് മാപ്പിംഗ് ടേബിൾ. ഈ ടേബിൾ അനുസരിച്ച് ഓരോ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസ്, റിലവൻസ് ആയി തിരിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. ബ്ലോക്ക് 1 നോക്കൂ. ബ്ലോക്ക് 1-ല് യൂണിറ്റ് 1-ല് സിഗ്നിഫിക്കൻസ്, ഒബ്ജക്റ്റീവ്, സോഴ്സസ് ഓഫ് ബിസിനസ് ലോ ആണ് മെയിൻ ടോപ്പിക് ആയിട്ട്
വരുന്നത്. അത് 11 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിന് ഹൈ റിലവൻസ് ആണ് ഉള്ളത്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രിൻസിപ്പിൾ, സ്റ്റേറ്റ്യൂട്ട്സ്, ലിറ്റിഗേഷൻ ടോപ്പിക്സിൽ നിന്ന് 5 അപ്പിയറൻസസ് ആണ് കാണുന്നത്. അതിനൊരു മീഡിയം റിലവൻസ് ആണ് ഉള്ളത്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 പാർട്ട്ണർഷിപ്പ്, ടൈപ്സ്, റൈറ്റ്സ് ആൻഡ് ഡിസൊല്യൂഷനില് 12 ടൈംസ് ആണ് അപ്പിയറൻസസ് കാണുന്നത്. അതിനൊരു റിലവൻസ് ഹൈ തന്നെ ഉണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 കമ്പനി ഫോർമേഷൻ, ഡോക്യുമെന്റ്സ്, ഫീച്ചേഴ്സ്, അതിന്റെ അപ്പിയറൻസസ് ഒരു 11 ടൈംസ് കാണുന്നുണ്ട്. അതിന്റെ റിലവൻസും ഹൈ ആണ്. Then comes block 3 unit 5 contracts, essentials, formation, breach. അതിന്റെ അപ്പിയറൻസസ് 14 തവണ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ റിലവൻസും ഹൈ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 6 ഇന്റർനാഷണൽ കോൺട്രാക്ട് ലോ, CISG ആൻഡ് കോവിഡ്. ഇതിന്റെ അപ്പിയറൻസസ് 5 ടൈംസ് കാണുന്നുണ്ട്. അതിനൊരു മീഡിയം റിലവൻസ് ആണ് ഉള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. Then block 4 unit 7 banking regulation and management 6 appearances ആണ് കാണുന്നത്. അതിനൊരു മീഡിയം റിലവൻസ് ആണ് ഉള്ളത്. Then block 4 unit 8 FEMA objective and transactions 5 appearances ആണ്. അതിനൊരു മീഡിയം റിലവൻസ് ആണ് ഉള്ളത്. Then block 4 unit 9 IBC 2016 features, pillars, liquidation 4 appearances ആണ് കാണുന്നത്. റിലവൻസ് ലോ ആണ്. Block 5 unit 10 IPR types, patents, copyright 7 times appearances ആണ് കാണുന്നത്. ഒരു മീഡിയം റിലവൻസ് ആണ് ഉള്ളത്. ഇനി ബ്ലോക്ക് 5 യൂണിറ്റ് 11 ഡാറ്റ പ്രൊട്ടക്ഷൻ, പ്രൈവസി ലോസ്, അതില് ഉള്ളത് ഒരു അപ്പിയറൻസസ് ആണ് കാണുന്നത്. അത് വളരെ ലോ ആയിട്ടാണ് അതിന്റെ റിലവൻസ് കിടക്കുന്നത്. ബ്ലോക്ക് 6 യൂണിറ്റ് 12 എൻവയൺമെന്റ് ഫ്രെയിംവർക്ക്, ജുഡീഷ്യൽ ഫോറംസ്, അത് 5 ടൈംസ് അപ്പിയറൻസ് കാണുന്നുണ്ട്. അതിന് മീഡിയം റിലവൻസ് ആണ് ഉള്ളത്. ബ്ലോക്ക് 6 യൂണിറ്റ് 13 കോമ്പറ്റീഷൻ ലോ, ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ്, അതിന് 2 അപ്പിയറൻസസ് ആണ് കാണുന്നത്. അതിന്റെ റിലവൻസും ലോ ആണ്. ആൻഡ് ബ്ലോക്ക് 6 യൂണിറ്റ് 14 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതിന്റെ അപ്പിയറൻസസും 2 ആണ്. അതിന്റെ റിലവൻസും ലോ ആണ്. അപ്പൊ ബേസ്ഡ് ഓൺ ദിസ് ടേബിൾ നമുക്ക് ഹൈ റിലവൻസ് ഉള്ളതിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ലോ റിലവൻസ് ഉള്ളതിന് നമുക്ക് കുറച്ചും കൂടെ ബാക്കിൽ വെക്കാം. ബട്ട് ഡോണ്ട് അവോയ്ഡ് ചെയ്യണ്ട. ബട്ട് ഹൈ ആയിട്ട് റിലവൻസ് ഉള്ളതിന് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, ഹൈയും മീഡിയം ആയിട്ടുള്ളതിന്. ഇതില് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഏതിൽ നിന്നാണ് ബേസിക്കലി വരുന്നത്. ഈ 3 ടോപ്പിക്സ് ആണ് കുറച്ച് കൂടുതലായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ ആദ്യം വരുന്നത് ഇസെൻഷ്യൽസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് ലോ യൂണിറ്റ് 5 ആണ്. അതായത് എല്ലാ ടിയിലും ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്തിന്റെ ബേസ് ചെയ്തുകൊണ്ട്? കോൺട്രാക്ട് ഫോർമേഷൻ, വാലിഡിറ്റി ആൻഡ് ബ്രീച്ച്, മേക്കിംഗ് ഇറ്റ് ദ സിംഗിൾ മോസ്റ്റ് എക്സാമിൻഡ് ഏരിയ. അതായത് ബേസിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യം എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഈ എസെൻഷ്യൽസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് ലോയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി ലോയിലെ യൂണിറ്റ് 3 and 4 core features, types, formation steps and dissolution or management consistently recur across years
വന്ന് കാണുന്നുണ്ട്. അതിന്റെ ഫൗണ്ടേഷണൽ സിഗ്നിഫിക്കന്റ് ഉള്ള ഒരു ടോപ്പിക് ആണ് ഈ പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കൺസിസ്റ്റന്റ്ലി ആയിട്ട് റിക്കർ ചെയ്തിട്ട് കാണുന്നുണ്ട് അക്രോസ് ഇയേഴ്സ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ലോ ആണ്. അത് യൂണിറ്റ് 1 ഓൾവേസ് അപ്പിയേഴ്സ് ആസ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അത് ക്രിട്ടിക്കൽ സ്റ്റാറ്റസ് ആണ്. അതിന്റെ തിയററ്റിക്കൽ ഗ്രൗണ്ടിങ്ങും അതൊരു എക്സാമിന് പ്രിഫറൻസും കൊടുക്കുന്ന ഒരു ടോപ്പിക് ആണ്. അതായത് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ലോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഓൾവേസ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കപ്പോഴും ചോദിക്കപ്പെടാറുള്ള കാര്യമാണ്. ദെൻ വരുന്നതെന്ന് വെച്ചാൽ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഫുൾ സ്കാൻ ചെയ്യുമ്പോൾ, അതായത് ജൂൺ 2022 തൊട്ട് ഡിസംബർ 2024 വരെയുള്ള MMPC 013 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ഫോർമാറ്റിലാണ് ആക്ച്വലി നമുക്ക് ആ എക്സാം പാറ്റേൺ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഫോർമാറ്റ് എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. അതിന്റെ ടിപ്പിക്കൽ മാർക്സ് 16 to 20 ആണ്. അപ്രോക്സിമേറ്റ് വേർഡ് കൗണ്ട് 350 to 500 എഴുതാൻ ശ്രമിക്കുക. മോസ്റ്റ്ലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ 2-part അനാലിസിസോ ആയിരിക്കും. ദെൻ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് ടിപ്പിക്കലി 8 to 10 മാർക്സിന്റെ ബിറ്റ്വീൻ വരുന്നതാണ്. അപ്രോക്സിമേറ്റ് വേർഡ് കൗണ്ട് ഒരു 120 to 180 എഴുതാൻ ശ്രമിക്കുക. ബേസ്ലി ഫോക്കസ്ഡ് ഓൺ ഡെഫിനിഷൻ, കൺസെപ്റ്റ്സ് ആൻഡ് ക്രിസ്പ് ആണ്. ദെൻ വരുന്നതെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് എന്നുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. അതിനൊരു 8 to 12 മാർക്കിനുള്ളിലാണ് വരുന്നത്. അതിന് മാക്സിമം 180 to 220, അതായത് കമ്പയർ സ്റ്റാറ്റ്യൂട്ട്സ്, എൻറ്റിറ്റീസ്, പ്രിൻസിപ്പിൾസ് അങ്ങനെയാണ് യൂഷ്വലി ആ ബേസിക്കിലാണ് വരുന്നത്. കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ഓർ ഇന്യൂമറേറ്റ് വരുന്നതെന്ന് വെച്ചാൽ 8 to 12 മാർക്സിന്റെ ഇടയിൽ വരും. അപ്രോക്സിമേറ്റ് നമ്മളൊരു 150 to 200 വേർഡ്സിനുള്ളിൽ എഴുതാൻ ശ്രമിക്കുക. അതിൽ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് മെയിൻലി എക്സ്പ്ലെയിൻ ആയിട്ട് വരുന്നത്. അതായത് എക്സ് ആൻഡ് വൈ ഫോർ പ്രോസസ് ആൻഡ് സ്റ്റെപ്സ്, അത് അങ്ങനത്തെ ബേസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സ്പ്ലെയിൻ ആൻഡ് എന്യൂമറേറ്റിൽ വരുന്നത്. ദെൻ കേസ് സ്റ്റഡി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 10 to 16 മാർക്സ് ആണ് മെയിൻലി ആ സെക്ഷന് വരുന്നത്. അത് ഒരു 200 to 300 അപ്രോക്സിമേറ്റ് വേർഡ് കൗണ്ടിൽ എഴുതുക. പിന്നെ അതായത് കേസ് സ്റ്റഡി എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് നമ്മൾ എഴുതുക. യൂഷ്വലി അത് റയർ ആയിട്ടാണ് കാണാറുള്ളത്. ദെൻ MCQ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിന് ടിപ്പിക്കലി 1 to 2 മാർക്സ് ആണ്. അത് നമ്മൾ 1 to 2 സെന്റൻസിൽ എഴുതാൻ ശ്രമിക്കുക. റീസെന്റ് ഇയേഴ്സിൽ ഇങ്ങനെ ഒരു MCQ ഒബ്ജക്റ്റീവ്സോ ക്വസ്റ്റ്യൻസോ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. ദെൻ കംസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അതായത് 1 to 2 മാർക്സ് ആണ്. അത് 1 to 2 വേർഡ്സിൽ എഴുതുക. MMPC ഈ സബ്ജക്ട് ബിസിനസ് ലോയുടെ TEസിലൊന്നും ലൈക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നമുക്ക് കണ്ടിട്ടില്ല. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. അതായത് എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. ഒന്ന് മൊത്തത്തിലായിട്ട് ഒരു അനലിറ്റിക്കൽ റെസ്പോൺസ്, അതായത് തിയറി മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ വിത്ത് എക്സാമ്പിൾസ് ആൻഡ് റിയൽ വേൾഡിനെ കുറിച്ചുള്ള റിലവൻസ് ഒക്കെ വെച്ചിട്ട് മാക്സിമം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ടിപ്പിക്കലി 16 to 20 മാർക്സ് ആയിരിക്കും എസ്സേ ക്വസ്റ്റ്യൻസിന്. ഒരു സ്ട്രക്ചേർഡ് ആൻസർ ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു 350 to 500 വേർഡ്സിന്റെ ഉള്ളില് മൾട്ടിപ്പിൾ ആസ്പെക്ട്, നമ്മൾ ടോപ്പിക് വന്ന് അതിന്റെ മൾട്ടിപ്പിൾ ആസ്പെക്ട് ഒരു കംപ്ലീറ്റ് ഫോർമാറ്റ് ആയിട്ട് എഴുതുക. അതായത് കോംപ്രിഹെൻസീവ് ആയിട്ട് എഴുതാൻ എപ്പോഴും ശ്രമിക്കുക എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. ദെൻ ഷോർട്ട് നോട്ട് എങ്ങനെയാണെന്ന് വെച്ചാല് കൺസൈൻസ് എക്സ്പ്ലനേഷൻസ്, അതായത് ഒരു കോൺസെപ്റ്റിന്റെ കൺസൈൻസ് അതിനെ കുറിച്ചുള്ള മതി, അതായത് ചോദിക്കുന്നതിനുള്ള ആൻസർ മതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന്റെ ലീഗൽ ടേംസ്, അത് എന്താണോ ചോദിക്കുന്നത് അതിന് കൺസൈൻസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. കൂടുതലായിട്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഒരു 8 to 10 മാർക്കിംഗ് ആണ് അതിന് കാണുന്നത്.
പിന്നെ 120 തൊട്ട് 180 വേർഡ്സിനുള്ളിൽ ആൻസർ, സോളിഡ് ആൻസർ കൊടുക്കാൻ ശ്രമിക്കുക. യൂഷ്വലി ഇതിൽ വരുന്നത് ഡിഫൈനിങ്, ലിസ്റ്റിംഗ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റിംഗ് സിഗ്നിഫിക്കൻസ് ഇൻ ബിസിനസ് ലോ. അപ്പോ ആവശ്യത്തിലുള്ള, അതായത് ഒരു ഷോർട്ട് നോട്ട് ഫോർമാറ്റ്, കൺസൈസ്, ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് എഴുതുക. ഒരുപാട് അങ്ങ് വലിച്ചു വാരി എഴുതണ്ട. പിന്നെ കമ്പാരിറ്റീവ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്. ഇത് മെയിൻലി നമ്മൾ സിമിലാരിറ്റീസും ഡിഫറൻസസ് ഒക്കെയാണ്, ലൈക്ക് ബിറ്റ്വീൻ ലീഗൽ പ്രൊവിഷൻസ്, എൻറ്റിറ്റീസ് ഓർ പ്രോസസ് ഒക്കെ തമ്മിലുള്ളത്, അങ്ങനെയാണ് വരുന്നത്. ഇതിന് 8 to 12 മാർക്കിനുള്ളിൽ വരും. നമ്മൾ എപ്പോഴും ഒരു 150 to 220 വേർഡ്സിനുള്ളിൽ എഴുതുക. ടേബിൾ ഫോർമാറ്റ് വരച്ച് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അതായത് പോയിന്റ് വൈസ് ക്ലാരിറ്റി കൊടുത്ത് എഴുതുന്നതാണ് എപ്പോഴും കമ്പാരിറ്റീവ് ഓർ ഡിസ്റ്റിംഗ്വിഷിന് ഏറ്റവും നല്ലത്. ദെൻ വരുന്നത് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇന്യൂമറേറ്റ്. എക്സ്പ്ലെയിൻ ആൻഡ് ഇന്യൂമറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് വൈസ് ഫോക്കസ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഓഫ് പ്രോസസ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓർ ലീഗൽ ഫ്രെയിംവർക്ക് അതേ ഫോർമാറ്റിൽ എഴുതുക. അത് കുറച്ച് എക്സ്പ്ലെയിൻഡ് ആയ ഫോർമാറ്റിൽ നമ്മൾ സ്റ്റെപ്പ് ഫോർമാറ്റിൽ എഴുതുന്നതായിരിക്കും ബെറ്റർ. ഇതിന് 8 to 12 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നുണ്ട്. മാത്രമല്ല 150 തൊട്ട് 200 വേർഡ്സിനുള്ളിൽ നല്ല ഓർഗനൈസ്ഡ്, അതായത് സ്റ്റെപ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ലോജിക്കൽ സീക്വൻസ് ആയിട്ട് റൈറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ടേബിൾ. എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത് നോക്കാം. ഫ്രം ജൂൺ 2022 തൊട്ടിട്ട് ജൂൺ 2025 വരെയുള്ള ഏത് ടോപ്പിക്സ്, ഏത് ബ്ലോക്സിൽ നിന്ന് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നതെന്ന് ഒന്ന് അനലൈസ് ചെയ്യാം. ബ്ലോക്ക് 1 നോക്കാം. ഓവർവ്യൂ ഓഫ് ബിസിനസ് ലോ. അതായത് ജൂൺ 2022 20 ആണ് അവിടെ പറഞ്ഞതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അതായത് ഡിസംബർ 22 18, ജൂൺ 23 20, ഡിസംബർ 23 16, ജൂൺ 24 16. അപ്പൊ ആവറേജ് പെർ പേപ്പറിന് 18ഉം ടോട്ടൽ ഉള്ള ഷെയർ 18% ആണ് ബ്ലോക്ക് 1 ഓവർവ്യൂ ഓഫ് ബിസിനസ് ലോ എന്ന് വന്നിരിക്കുന്നത്. ഇനി ബ്ലോക്ക് 2 ഫോംസ് ആൻഡ് ലെജിസ്ലേഷൻസ് ജൂണില് 18, ഡിസംബറിൽ 24, ജൂൺ 2023 20, ഡിസംബർ 23 22 ആൻഡ് ജൂൺ 24 24. അങ്ങനെ ആവറേജ് പെർ പേപ്പർ 22 ആണ്. അപ്പൊ ടോട്ടൽ ഷെയർ ആ ബ്ലോക്കിൽ നിന്നുള്ളത് 22% ആണ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ആൻഡ് ബ്ലോക്ക് 3 ബിസിനസ് കോൺട്രാക്ട്സ് നോക്കുമ്പോൾ ജൂൺ 22 18, ഡിസംബർ 22 20, ജൂൺ 23 22, ഡിസംബർ 23 18, ജൂൺ 24 18. അതിൽ ആവറേജ് പെർ പേപ്പറിൽ 19.2 ആണ്. അപ്പൊ ടോട്ടൽ ഷെയർ 19% ആണ്. ദെൻ ബ്ലോക്ക് 4 റെഗുലേറ്ററി ഓർ ഇൻവെസ്റ്റ്മെന്റ്. അതിൽ ജൂൺ 22 18, ഡിസംബർ 22 12, ജൂൺ 23 12, ഡിസംബറിൽ 23 18 ആൻഡ് ജൂൺ 24 12. അതിൽ ആവറേജ് പെർ പേപ്പർ 14.4 ആണ്. അതിൽ ഷെയർ അപ്പോൾ 14% ആണ് ബ്ലോക്ക് 4 റെഗുലേറ്ററി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 5 IP ആൻഡ് ഡാറ്റ മാനേജ്മെന്റിന് ജൂൺ 22 10, ഡിസംബർ 22 12, ജൂൺ 23 8, ഡിസംബർ 23 10, ജൂൺ 24 8. ആവറേജ് പെർ പേപ്പർ 9.6 ആണ്. സോ ദ ടോട്ടൽ ഷെയർ കംസ് ടു 10% ആണ്. ദെൻ ബ്ലോക്സ് സസ്റ്റൈനബിലിറ്റി ആൻഡ് കൺസ്യൂമർ. അതിൽ ജൂൺ 22 16, ഡിസംബർ 22 14ഉം, ജൂൺ 23 12ഉം, ഡിസംബർ 23 16ഉം, ജൂൺ 24 12ഉം. ആവറേജ് പെർ പേപ്പറിന് 14 ആണ്. അപ്പൊ ടോട്ടൽ ഷെയർ 14% ആണ്.
ഇനി നമുക്ക് നോക്കാം ഈ പറഞ്ഞ പോലെ വെയിറ്റേജ് ഓഫ് എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ, ഷോർട്ട് ആൻസർ, നോട്ട്, കമ്പാരിറ്റീവ് ആൻഡ് എക്സ്പ്ലെയിൻ ഫോർമാറ്റ്സ്. അതായത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഓരോരോ ഈ 4 എസ് എ, ഷോർട്ട് നോട്ട്, കമ്പാരിറ്റീവ്, എക്സ്പ്ലെയിൻ ഉള്ള ആ 4 ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ നിന്ന് ഏതാണ് ഓരോ വർഷവും ചോദിച്ചിരിക്കുന്നതും അതിന്റെ ഡിക്ലൈൻ വന്നിരിക്കുന്നതും എങ്ങനെയാണെന്നുള്ള ആ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആണ് ആ യെല്ലോ കാണുന്നത്. യെല്ലോയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 22 അതിനൊരു ഹൈ റിലവൻസ് ആണെങ്കിൽ പോലും പിന്നീടുള്ള വർഷങ്ങളിൽ ഒരു ഡിക്ലൈൻ ആയിട്ടാണ് അത് നമുക്ക് ഫീൽ ആവുന്നത് ഗ്രാഫ് അനുസരിച്ച്. ഷോർട്ട് നോട്ടിന്റെ കേസ്, ഷോർട്ട് നോട്ട് ഓറഞ്ച് ആണ്. ഷോർട്ട് നോട്ടിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജൂൺ 22 വെച്ച് ജൂൺ 24 കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു എന്താ പറയുന്ന ഗ്രോത്ത് ആ കാണുന്നത്. അതായത് അത് ചോദിക്കുന്ന ആ പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഇൻക്രീസ് ആണ് കാണുന്നത്. ദെൻ കംസ് കമ്പാരിറ്റീവ്. കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ അങ്ങ് ഡിഫറൻസ് ഇല്ലാതെ ഒരു സ്റ്റഡി മോഡലാണ് പോയിരിക്കുന്നത്. എന്നാലും ജൂൺ 24 ഒരു സ്ലൈറ്റ് അതിന് ചോദിക്കാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് എക്സ്പ്ലെയിൻ കാറ്റഗറിയിലും. അതായത് ജൂൺ 22 അതായത് പിങ്ക് ലൈൻ കേട്ടോ, പിങ്ക് ലൈൻ, അത് ജൂൺ 22 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതും ഒരു സ്റ്റഡി ഫോർമാറ്റ് ആണ്, വലിയ അങ്ങ് ഡീവിയേഷൻസ് വരുന്നില്ല. എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു സ്ലൈറ്റ് ജൂൺ 24 ആകുമ്പോഴേക്കും മറ്റേ കമ്പാരിറ്റീവിനെ വെച്ച് നോക്കുമ്പോൾ പിങ്ക് കുറച്ച്, അതായത് എക്സ്പ്ലെയിൻ കുറച്ച് ഡൗണിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. സോ നമുക്കൊരു കൺക്ലൂഷൻ എത്തുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് സ്റ്റിൽ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പക്ഷെ ഗ്രാജുവൽ ഡിക്രീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഷോർട്ട് ആൻസർ, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിന് കുറച്ച് വെയിറ്റേജ് കൂടുതൽ കാണപ്പെടുന്നുണ്ട്. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി നമുക്കിപ്പോ ഒരു ഇൻക്രീസ് കാണുന്നത്. അതായത് 21 to 29% ഇൻക്രീസ് നമുക്ക് കാണപ്പെടുന്നത്. അപ്പൊ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കാം. ഇനി കമ്പാരിറ്റീവ് ആൻഡ് എക്സ്പ്ലെയിൻ എന്യൂമറേറ്റ് ഫോർമാറ്റ്സ് പൊതുവെ സ്റ്റഡി ആയിട്ടാണ് റിമെയിൻ ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു വ്യത്യാസമോ ഒന്നും അതിൽ അത്ര കാണാനില്ല. കുറച്ച് ഡിക്ലൈനും കുറച്ച് റൈസും ഒക്കെ വന്ന് കാണാറുള്ളത്. സോ ബേസിക്കലി കോൺസെൻട്രേറ്റ് ഓൺ ഈ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ടും എസ് എ ക്വസ്റ്റ്യൻസും നമുക്ക് കൂടുതലായിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കാം. ഇനി പ്രിപ്പറേഷൻ ടിപ്പ് എങ്ങനെയാണെന്ന് പറയാം. അതായത് ടൈം മാനേജ്മെന്റ് യൂഷ്വലി എങ്ങനെയായിരിക്കണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 3 മണിക്കൂറത്തെ പരീക്ഷയാണ്. അതിൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രയോറിറ്റൈസ് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. എസ് എ അല്ലെങ്കിൽ ലോങ് ക്വസ്റ്റ്യൻസിന് യൂഷ്വലി 25 to 30 minutes അലോക്കേറ്റ് ചെയ്യാൻ നോക്കുക പെർ ക്വസ്റ്റ്യന്. 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ 50 to 60% മാർക്സ് അവിടെയാണ് വീഴുന്നത്. ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് റിസർവ് ഒരു 12 to 15 minutes പെർ നോട്ടിന് റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 25 to 30% മാർക്സ് ആണ് അതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 10 to 12 minutes കൊടുക്കുക പെർ ക്വസ്റ്റ്യന്. ദെൻ സബ് ക്വസ്റ്റ്യന് കൊടുക്കുക. കമ്പാരിറ്റീവ് ഉള്ളതിന് നമ്മൾ 10 to 15 minutes മാക്സിമം അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാൻ നോക്കുക. അതിൽ 1 to 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ 15 to 20 മാർക്സിന്റെ ആണ്. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു റിക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് എവിടെ നോക്കിയാണെന്ന് നമുക്ക് നോക്കാം. 1, ഡിഫൈൻ ബിസിനസ് ലോ, ഡിസ്കസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ്. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് 10 ആണ് കാണുന്നത്. ഓക്കെ, 10 പ്രാവശ്യം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാല് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സ് ഓഫ് എ കമ്പനി. അതിന്റെ അപ്പിയറൻസസ് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പിയറൻസ് കൗണ്ട് 9 പ്രാവശ്യം ഉണ്ട്. ദെൻ മൂന്നാമത്തേത് വരുന്നത് പാർട്ട്ണർഷിപ്പ്. വാട്ട് ഇസ് പാർട്ട്ണർഷിപ്പ്? ഡിസ്കസ് ദി ഇസെൻഷ്യൽസ്, ടൈപ്സ് ആൻഡ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് 9 ആണ്. Then what is contract? Explain the essentials of a valid contract. അതിന്റെ appearance count 9 ആണ്. Then discuss the process
and grounds for dissolution of partnership firm. Adinte appearances 6 ആണ്. Explain the meaning, need and objective of Insolvency and Bankruptcy Code IBC 2016. Appearance count 6 ആണ്. What is intellectual property? Discuss how patents and copyrights provides protection. Appearance counts 7 ആണ്. Then comes describe the regulatory framework and management of banking companies in India. Appearance count 6 ആണ് ഇവിടെ വരുന്നത്. Then discuss the environmental protection framework in India and the role of judicial firms. ഇതിന്റെ appearance count 7 ആണ്. ഇനി discuss the evolution and authorities under the Consumer Protection Act of 2019. അതിന്റെ appearance count 10 ആണ്. സോ നമുക്ക് ഈ ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഷോർട്ട് ആക്കി പറയുകയാണെങ്കിൽ ലൈക്ക് ബിസിനസ് ലോ ഒബ്ജക്റ്റീവ് ആൻഡ് സിഗ്നിഫിക്കൻസ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 10 തവണ അപ്പിയറൻസ് ഉണ്ട്. ആവറേജ് മാർക്ക് 16 ആണ്. Then company features and principal documents block 2 unit 4 appearance 9 times ആണ്. average mark 16 ആണ്. Then partnership essentials types rights or duties block 2 നിന്ന് unit 3 നിന്നാണ്. appearance 9 times. average mark 16 ആണ്. contract definition and essential block 3 unit 5 നിന്നാണ്. appearances 9 ആണ്. average marks 16 ആണ്. Then partnership dissolution block 2 unit 3 appearance 6 times ആണ്. average mark 10 ആണ്. Then insolvency and bankruptcy code IBC 2016 block 4 unit 9 6 appearances കാണുന്നുണ്ട്. average marks 10 ആണ്. Then intellectual property patents copyrights block 5 unit 10 7 appearances കാണുന്നുണ്ട്. average mark 10 ആണ്. Banking regulation and management block 4 unit 7 6 appearances കാണുന്നുണ്ട്. average mark 10 ആണ്. Environment protection framework block 6 unit 12 7 appearances കാണുന്നുണ്ട്. average marks 10 ആണ്. Consumer Protection Act 2019 block 6 unit 14 appearances 5 കാണുന്നുണ്ട്. average marks 10 ആണ്. Then advice, അതായത് പാനൽ അഡ്വൈസ് പറയുകയാണെങ്കിൽ ഈച്ച് റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന് 5 minutes വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഫുൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റൈറ്റ് ഔട്ട് ഫുൾ ടൈംഡ് ആൻസർ ഒരു 12 to 15 minutesനുള്ളിൽ ആ ആൻസർ റൈറ്റ് ഔട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ദെൻ ക്രോസ് ചെക്ക് യുവർ ആൻസർ വിത്ത് മാർക്കിംഗ് റുബിക്സ് ആയിട്ട് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്തിട്ട് then IGNOU മോഡൽ ആൻസേഴ്സും ആയിട്ട് രണ്ടുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇൻഷുർ ചെയ്യുക എല്ലാ റിക്വയർഡ് പോയിന്റ്സും ഡെപ്തും കവർ ചെയ്തിട്ടുണ്ടെന്നുള്ള. ദെൻ പ്രാക്ടീസ് ചെയ്യുക ആൻഡ് പ്രാക്ടീസ് ഈച്ച് ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് വൈസോ ടൈംഡോ അല്ലെങ്കിൽ മെന്ററിന്റെ ഫീഡ്ബാക്കോട് കൂടെ അതുപോലെ ക്ലാരിറ്റി അതായത് ക്ലിയർ ആയിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസിക്കലി. ദെൻ ഇത് വിഷ്വലൈസേഷൻ പൈ ചാർട്ട് ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 60% ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. ബാക്കിയാണ് 40%. ബാക്കി ക്വസ്റ്റ്യൻസിൽ ശരിക്കും 40% ഉള്ളൂ. 60% ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയാണ്. അപ്രോക്സിമേറ്റ്ലി 60% ഓഫ് ഓൾ ദ ലോങ് ആൻഡ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് asked in past 10 sections ആസ്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ടോട്ടലി ഒരു 60% ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ. ദെൻ കംസ് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി മാട്രിക്സ് ടേബിൾ വെച്ച് നോക്കുമ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒബ്ജക്റ്റീവ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലോ അതിന്റെ പ്രോബബിലിറ്റി ഒരു 100% അതായത് അതിന്റെ സാധ്യത വരാനുള്ളത്. ദെൻ കാറ്റഗറി ഹൈ ആണ്. പിന്നെ റാഷണൽ നോക്കുകയാണെങ്കിൽ എവറി പേപ്പറിൽ ചോദിക്കപ്പെട്ടിട്ടുള്ളതാണ് ബേസിക്കലി ഇവിടെ നിന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ
ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അതായത് ബ്ലോക്ക് 1 ഒബ്ജക്റ്റീവ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലോ എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 പാർട്ട്ണർഷിപ്പ് എസെൻഷ്യൽസ് ടൈപ്സ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒരു 90% പ്രോബബിലിറ്റി കൊടുക്കാം. കാറ്റഗറി ഹൈ വരാനുള്ള കാറ്റഗറി ആണ്. ദെൻ 9 of 10 സെഷൻസ് ആസ്ക് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 കമ്പനി ഫീച്ചേഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് ഫോർമേഷൻ. അത് 90% ഒരു പ്രോബബിലിറ്റി ഉള്ളതാണ്, ഹൈ ആണ്. 9 out of 10 സെഷൻസിൽ ഓഫ്റ്റൻ 16 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 5 കോൺട്രാക്ട് ഇസെൻഷ്യൽസ് ആൻഡ് വാലിഡിറ്റി 90% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ ആണ്. 9 out of 10 പേപ്പേഴ്സ് ആസ്ക്ഡ് ആണ്. ദിസ് ഇസ് കോർ കോൺട്രാക്ട്. ദിസ് കോർ കോൺട്രാക്ടിനെ കുറിച്ച് 10 പേപ്പറിൽ 9 പേപ്പറിലും ഇത് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 7 ബാങ്കിങ് റെഗുലേഷൻ ആൻഡ് മാനേജ്മെന്റ് 60 ആണ്. അത് നമുക്കൊരു പ്രോബബിലിറ്റി 60 ആകുമ്പോൾ ഒരു മിഡ് റിലവൻസ് കൊടുക്കാം. ഒരു 6 out of 10 റീസെന്റ് അപ്പിയറൻസ് ആണ് അതിന് കാണുന്നത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 9 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC 2016 അതിനൊരു 60 ആണ്. അതും മിഡ് റിലവൻസ് ആണ്. ലാസ്റ്റ് 6 പേപ്പേഴ്സിൽ ഓഫ്റ്റൻ 10 to 16 ഡേയില് ചോദിച്ചിട്ടുള്ള ഇതാണ്. ഓക്കെ, സോ മിഡ് റിലവൻസ് കൊടുക്കാം. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 10 ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പേറ്റൻസ് കോപ്പിറൈറ്റ് ഒരു 70% പ്രോബബിലിറ്റി കൊടുക്കാം, ഹൈ ആണ്. 7 out of 10 ചോദിച്ചിട്ടുണ്ട്, പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ആസ് എ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 6 യൂണിറ്റ് 12 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ജുഡീഷ്യൽ ഫോറൻസ് ഇതില് ഒരു 70% ചോദിച്ചിട്ടുണ്ട്, പ്രോബബ്ലി ഉണ്ട്, പക്ഷെ ഹൈ ആണ് പ്രോബബിലിറ്റി. സോ നമുക്ക് ഹൈ റിലവൻസ് തന്നെ കൊടുക്കാം. 10 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഫുൾ ലെങ്ത് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 6 യൂണിറ്റ് 14 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഒരു 50%, അതിന് നമുക്കൊരു 50% പ്രോബബിലിറ്റി, അപ്പൊ ഒരു മിഡ് ആയിട്ട് കൊടുക്കാം. മീഡിയം പ്രോബബിലിറ്റി ആണ്, അപ്പോ റിലവൻസ് ആണ്. അപ്പൊ ഒരു 10 5 ടൈം എസ്പെഷ്യലി റീസെന്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 8 പെമ ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് അതിനൊരു 40 നമുക്ക് കൊടുക്കാം പ്രോബബിലിറ്റി, അതും മീഡിയം നമുക്ക് കൊടുക്കാം. ഒരു 10 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട് ആസ് നോട്ട്സ് അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 11 ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ് ടു പ്രൈവസി അതൊരു 40% ആണ് പ്രോബബിലിറ്റി. ദെൻ ഒരു മീഡിയം നമുക്ക് കൊടുക്കാം റിലവൻസ്. ദെൻ 10 ഒരു 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ 2019. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 3 പാർട്ട്ണർഷിപ്പ് ഡെസൊല്യൂഷൻ 40% നോക്കാം പ്രോബബിലിറ്റി, ഒരു മീഡിയം ആണ്. അത് 10 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ടിപ്പിക്കലി ഒരു ഓൾട്ടർനേറ്റ് ഇയേഴ്സിലാണ് ചോദിച്ചിരിക്കുന്ന. ബ്ലോക്ക് 3 യൂണിറ്റ് 6 ഇന്റർനാഷണൽ കോൺട്രാക്ട് ലോ അതൊരു 30% പ്രോബബിലിറ്റി കൊടുക്കാം, ലോ ആണ്, റെയർ ആണ്, അങ്ങനെ കണ്ടിട്ടില്ല. സീൻ ഇൻ 3 പേപ്പേഴ്സ്, ഒരു ബ്രീഫ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 6 യൂണിറ്റ് 13 കോമ്പറ്റീഷൻ ലോ അതിനൊരു 20% കൊടുക്കാം, അതും ലോ ആണ്. റിലവൻസ് ഒക്കേഷണൽ ആയിട്ട് ഒരു 10 2 ടൈംസ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രിൻസിപ്പൽ ഓർ കൺസെപ്റ്റ്സ് അണ്ടർ ബിസിനസ് ലോ അത് ഒരു 30%, അതിനും ലോ ആണ്.
10 ഒരു 3 തവണ ചോദിച്ചിട്ടുണ്ട്. യൂഷ്വലി ആസ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ 1 ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈ റിലവൻസ് ഉള്ളതിലും മീഡിയം റിലവൻസ് ഉള്ളതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതിന് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുന്ന അതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകാം. ഓക്കെ. പിന്നെ ജസ്റ്റിഫിക്കേഷൻ നോട്ട് ഫുട് നോട്ട്സ് വരുമ്പോ ലാസ്റ്റ് 5 പേപ്പേഴ്സ് ബിഗിൻസ് വിത്ത് ബിസിനസ് ലോ ഒബ്ജക്റ്റീവ്സ്. അതായത് ബിസിനസ് ലോ ഒബ്ജക്റ്റീവ്സ് വെച്ചാണ് ലാസ്റ്റിലെ 5 ഇയറിലെ പേപ്പറും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഓൾവേസ് കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് ടോപ്പിക്. അതൊരു ഹൈ റിലവൻസ് തരുന്നതാണ്. ദെൻ പാർട്ട്ണർഷിപ്പ് എസെൻഷ്യൽസ് റൈറ്റ്സ് ഡ്യൂട്ടീസ് അപ്പിയർഡ് ആസ് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ 2 ആയിട്ട് മോസ്റ്റ് സെഷൻസിലും കാണപ്പെട്ടിട്ടുണ്ട്. ദെൻ കമ്പനി ഫീച്ചേഴ്സ്, പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സ്, കൺസിസ്റ്റൻസി ടെസ്റ്റഡ് ആസ് എസ്സേ അല്ലെങ്കിൽ ഓർ നോട്ടായിട്ട് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാലിഡ് കോൺട്രാക്ട് ക്വസ്റ്റ്യൻസ് ആർ സെൻട്രൽ. അത് യൂഷ്വലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് 10 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആ പോർഷനിൽ നിന്ന്. ദെൻ ബാങ്ക് റെഗുലേഷൻ ഓൾവേസ് അപ്പിയർ ആസ് ബ്ലോക്ക് ലെവൽ അല്ലെങ്കിൽ നോട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ദെൻ IBC 2016 ഹാസ് സർജ്ഡ് ഇൻ ഫ്രീക്വൻസി സിൻസ് 2021 തൊട്ടിട്ട് അതിനും ഒരു ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കണ്ടുവരുന്നുണ്ട് 2020 തൊട്ട് 21 തൊട്ട്. ദെൻ IP ലോസ്, പേറ്റൻസും കോപ്പി റൈറ്റ്സും അത് ടെസ്റ്റഡ് ഇൻ മോസ്റ്റ് സംടൈംസ് ആസ് ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ എൻവയൺമെന്റൽ ലോ റിലയബിളി ടെസ്റ്റഡ് ആസ് തിയറി എസ്സേ ആയിട്ട് ചോദിക്കപ്പെട്ടത് ഉണ്ട്. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അപ്പിയർ ചെയ്തിരിക്കുന്ന 5 റീസെന്റ് സെഷൻസിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ അതും അതിന്റെ റിലവൻസും കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ 5 റീസെന്റ് സെഷൻസിൽ അതും ആസ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ ഫെമ എന്ന് പറയുന്ന ടോപ്പിക് സോഫ്റ്റ് ആൻഡ് ടെസ്റ്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് ബാങ്കിങ് അല്ലെങ്കിൽ കോൺട്രാക്ട്സിന്റെ ഒപ്പം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ദെൻ പ്രൈവസി ഓർ ഡാറ്റ പ്രൊട്ടക്ഷൻ ഇൻക്രീസ്ഡ് സിൻസ് ഇൻട്രൊഡക്ഷൻ. അതായത് ന്യൂ ആക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൊട്ട് അതിന്റെ ആ പാർട്ടിൽ നിന്നും ഒരു റിലവൻസ് കാണപ്പെടുന്നുണ്ട്. ദെൻ പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ അത് ലെസ് ഫ്രീക്വന്റ് ആണ്. ബട്ട് കോറായിട്ട് ചോദിക്കപ്പെടാറുള്ളതുമാണ്. ദെൻ നമുക്ക് റിലവൻസ് ഇനിയിപ്പോ ഒന്നും കൂടെ നോക്കാം. ഹൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 70% അബവ് ഉള്ളത് ഹൈ റിലവൻസിൽ നമുക്ക് പെടുത്താം. അതിൽ വരുന്നത് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലോ ആണ്. ദെൻ കോൺട്രാക്ട് ലോ എസെൻഷ്യൽസ് അല്ലെങ്കിൽ വാലിഡിറ്റി ആണ്. പാർട്ട്ണർഷിപ്പ് ടൈപ്സ് റൈറ്റ്സ് ഡിസൊല്യൂഷൻ ആണ്. കമ്പനിയിലെ ഫീച്ചേഴ്സ് ഡോക്യുമെന്റ്സ് ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ കാര്യം വരുമ്പോൾ പേറ്റന്റ്സ് ഓഫ് കോപ്പി റൈറ്റ്സ് അതിൽ വരുന്നതാണ്. പിന്നെ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോ. ഇതൊക്കെ ഹൈ പ്രോബബിലിറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അതായത് ടോപ്പിക്സിൽ പെട്ടതാണ്. ദെൻ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് ഒരു ടോട്ടൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. മെയിൻ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. നമുക്ക് ഡെഫിനേഷൻസും ഡിസ്റ്റിങ്ഷൻസും ഒക്കെ നമുക്ക് നോട്ട് ചെയ്ത് ഫ്ലാഷ് കാർഡ് മോഡലിൽ നോട്ട് ചെയ്ത് വെച്ച് ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് തന്നെ ഈ ടോപ്പിക്സിനെ കുറിച്ച് നോക്കുക. അതായത് അതിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ ടോപ്പിക്സ് ഒക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ചാല് ബാങ്കിങ് റെഗുലേഷൻ. ഇത് മീഡിയം ആണ്. മീഡിയം പ്രോബബിലിറ്റി ഉള്ളതാണ്. അത് ബാങ്കിങ് റെഗുലേഷൻ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഫെമ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച്, ഡാറ്റ പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു പ്രൈവസി, പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ, ഇതൊക്കെ ബേസിക്കലി മീഡിയം ഫോർമാറ്റിൽ ഒരു 40 to 69% ആണ് ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ടോപ്പിക്സിൽ നിന്നായിരിക്കും ഒരു മീഡിയം പ്രോബബിലിറ്റിയിൽ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളു. അപ്പൊ ഈ സെക്ഷന് മീഡിയം ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആൻസേഴ്സും പ്രോപ്പറായിട്ട് നമുക്ക് ആൻസേഴ്സും അതിന്റെ ഫീഡ്ബാക്കും ഔട്ട്ലൈൻ ചെയ്യുക. പിന്നെ പാസ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ദെൻ ഗ്രൂപ്പ് ഡിസ്കസ് ആപ്ലിക്കേഷൻ നടത്തുക. അതായത് കേസ് സ്റ്റൈൽ പാർട്സ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റഡി സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ബെറ്റർ ആയിട്ട് ചെയ്യുന്നതാണ് ഈ മീഡിയം ഫോർമാറ്റിന് നല്ലത്. മറ്റേത് ഹൈ ഉള്ളത് നമ്മൾ കോംപ്രിഹെൻസീവ് ആയി തന്നെ പഠിക്കണം. മീഡിയം ഉള്ളത് നമ്മൾ ബേസിക്കലി പാസ്റ്റ് ഇയേഴ്സിൽ നോക്കി ഈ പറഞ്ഞ പോലെ ആൻസേഴ്സ് ഔട്ട്ലൈൻ ഒക്കെ ചെയ്ത് ഒരു അത്രയും കോംപ്രിഹെൻസീവ് ആയിട്ടല്ലെങ്കിലും
നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ലോ വരുന്നത് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 40% ആണ്. അതിൽ വരുന്നത് ഇന്റർനാഷണൽ കോൺട്രാക്ട് ലോ, കോമ്പറ്റീഷൻ ലോ, പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് അണ്ടർ ബിസിനസ് ലോ. ഇതൊക്കെ ലോ പ്രോബബിലിറ്റി ആണ് വരാനുള്ളത് പാസ്റ്റ് ട്രെൻഡ് അനുസരിച്ച്. ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈയും മീഡിയത്തിന് ശേഷം നമ്മളൊരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവിഷൻ പോലെ നോക്കുക. ദെൻ ഞാനിപ്പോഴും പറയുന്ന പോലെ ഹൈയും മീഡിയം ടോപ്പിക്സിന് ഹൈ പ്രയോറിറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് 5 years ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് ഇത് പ്രോബബിലിറ്റി ഇൻഡിക്കേറ്റർ ആണ്. പറഞ്ഞ പോലെ ഹൈ ഗ്രീൻ കൊടുത്തിരിക്കുന്നത് ഹൈ ചാൻസ്, യെല്ലോ ഫോർ മീഡിയം ആൻഡ് ലോ ഫോർ. ഇനി നമുക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഇൻ കേസ് ഓഫ് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. അതായത് 2025 ജൂണില് വരാൻ അതായത് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു നമുക്ക് ഒന്ന് പ്രഡിക്റ്റീവ് ആയിട്ട് നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്ന് നമ്മൾ തന്നെ പ്രഡിക്റ്റ് ചെയ്ത്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി ഇത്രയും അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സെൽഫ് അസസ്മെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. നമുക്കൊന്ന് നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത്. MMPC 013 ബിസിനസ് ലോ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025 3 hours ക്വസ്റ്റ്യൻ 3 hours ആണ് ടൈം. മാക്സിമം മാർക്സ് 100ലാണ്. ഓക്കെ, നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ MMPC 013 ബിസിനസ് ലോ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025 3 hours ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മാക്സിമം മാർക്ക് 100 ആണ്. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് 5 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി. എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ് ക്യാരി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PGയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ക്രിട്ടിക്കലി അനലൈസ് ഹൗ ബിസിനസ് ലോ കോൺട്രിബ്യൂട്ട്സ് ടു കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് in the Indian business environment. Use recent examples and provide a comparative chart of regulatory interventions before and after the companies. Amendment Act of 2020. ഇത് വരുന്നത് ബേസിക്കലി ബ്ലോക്ക് 1 ഒബ്ജക്റ്റീവ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലോ എന്ന് പറയുന്ന ബ്ലോക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ 20 മാർക്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. Then second question നോക്കാം. അതായത് A and B are partners in an unregistered firm. B wants to sue a supplier who defaulted on a major contract. Explain with the relevant statutory provisions and case law when B can proceed with the lawsuit. Also draft a specimen partnership deed clause for resolving such disputes. ഇത് block 2 പാർട്ട്ണർഷിപ്പ് എസെൻഷ്യൽ റൈറ്റ്സ് ഓർ ഡ്യൂട്ടീസ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും. Then comes given the following data, identify the type of company most suitable for each scenario and justify your choice. Write in a tabular form. Table formatൽ എഴുതാനാണ്. അതിൽ Company A, 8 shareholders seeks limited liability, minimum compliance. Company B, raising capital via public issue requires strong governance. Company C, startup plans for international investment, wants flexibility.
Additionally, explain the key documents required for registration in each case. ഇത് block 2 company features, types, principles and documents എന്നുള്ളതാണ്. Then question 4, consider the following contract excerpt. Party X agrees to supply 5,000 units of goods to Party Y and at rupees 200 per unit within 60 days. If delivery is delayed, a penalty of rupees 20 per unit monthly applies. A. Identify the essential elements of this contract. B. What remedies are available to Party Y if Party X delivers 2,000 units late and 3,000 units on time? Support your answer with case law and calculations. In the block 3 contracts, essential performance and breach. Then question number 5, XYZ bank faces rising non-performing assets due to recent macroeconomic shocks. As a consultant, recommend 3 regulatory or management interventions under the Banking Regulation Act 1949 to mitigate this risk. Support your recommendations with current RBI data and justify the impact on liquidity and lending. In the block 4, banking regulation and management. Then question 6, review the table below and answer the following. Year 2022, number of IBC filings 2,350, average time to resolution days 320, percentage corporate debtors resolved 61%. 2023, 2000 number of IBC filing 2,850, then average time to resolution 305, percentage corporate debtors resolved 67%. 2024 number of IBC filings 3,000, average time to resolution 298 and percentage corporate debtors resolved 70%. A. Discuss 2 trends revealed by this data regarding the Insolvency and Bankruptcy Code of 2016. B. How can recent amendments further enhance the resolution process? Block 4 IBC section, IBC part 2016 features and trends ഭാഗത്ത് നിന്ന് വന്നാണ് ആ ഭാഗത്തെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. Then 7th question, read the following scenario and answer. Mohan invests a unique biodegradable packaging material and applies for both a patent and trademark. Explain the legal process and the main statutory requirements for registration of each. How do these protections differ in scope and enforcement? Prepare a comparative summary. This block 5 ൽ നിന്ന് intellectual property എന്ന് പറയുന്ന പാർട്ടിലെ patents and trademark section നിന്നാണ്. 8. The Ministry of Environment releases new guidelines on extended producer responsibility (EPR) for plastic waste. A. Explain how these guidelines align with India's obligations under international environmental treaties. B. Draft a policy memo advising an FMCG company on compliance steps and risk for non-compliance. In the block 6 environmental protection and regulatory framework. Then comes 9th question. Fintech startup collect and processes large volumes of user data, including sensitive financial information. A. Identify 3 obligations imposed by Digital Personal Data Protection Act 2023 on such companies. B. Construct a hypothetical data breach scenario and outline steps required under the Act for breach notification and remediation. ഇത് വരുന്നത് block 5 data protection and privacy എന്നുള്ള പാർട്ടിൽ നിന്നാണ്. Then comes given the following, Mr. Sharma, an NRI, wants to invest 1 lakh in an Indian startup through the automatic route. Then the startup also planned to remit consulting fees to a German firm. Explain the regulatory steps and limitation under FEMA for both inward and outward transactions. What are the reporting obligations for startup?
ഇത് ബ്ലോക്ക് 4 ഫെമ ഓർ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റിൽ നിന്നുള്ളതാണ്. ഓക്കെ, then 11th question a case study ആണ്. Consumers in a city face recurring issues with defective smart appliances. Prepare a complaint letter under the Consumer Protection Act 2019 to Central Consumer Protection Authority, citing legal provisions. Then outline the enforcement mechanism and remedies available to affected consumers. In the Block 6, Consumer Protection Act 2019 നിന്ന് വരുന്നതാണ്. And the question 12, in the past 5 years, several Indian companies have faced antitrust penalties for abuse of dominance and anti-competitive disagreements. A, summarize the types of anti-competitive agreements under Competition Act 2022. B, create a decision tree for companies to self-assess the legality of their business practices under this act. The Block 6 competition law anti-competitive agreements എന്നുള്ളതാണ്. So basically നമ്മൾ ഈ 12 ക്വസ്റ്റ്യൻസിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് എഴുതാൻ ശ്രമിക്കുക. ആ 5 ക്വസ്റ്റ്യൻസിൽ എല്ലാത്തിനും 20 മാർക്സ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. So total weightage 100 marks. So maximum പറഞ്ഞ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതാൻ ശ്രമിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.